ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ 24, 25 എന്നീ ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. ദേവർഷീഗണസംഘാതസ്തൂയമാനാത്മവൈഭവാ ഭണ്ഡാസുരവധോദ്യുക്തശക്തിസേനാസമന്വിതാ സമ്പത്കരിസമാരൂഢസിന്ധുരവ്രജസേവിതാ അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃതാ. ആദ്യത്തെ നാമം ദേവർഷീഗണസംഘാതസ്തൂയമാനാത്മവൈഭവാ. ദേവന്മാരുടെയും ഋഷിമാരുടെയും സംഘങ്ങളാൽ പല പ്രകാരത്തിൽ സ്തുതിക്കപ്പെടുമാറ് ആത്മവൈഭവത്തോടു കൂടിയവൾ ശ്രീ മഹാദേവി. ഇവരുടെ സംഘങ്ങൾ, ദേവന്മാര്, ഋഷിമാര് തുടങ്ങിയവരുടെ കൂട്ടങ്ങൾ, സംഘങ്ങൾ പല പ്രകാരത്തിൽ സ്തുതിക്കപ്പെടുമാറ്, എല്ലാവരാലും പൂജിക്കപ്പെടുമാറ് ആത്മവൈഭവത്തോടുകൂടി വിളങ്ങുന്നു ശ്രീ മഹാദേവി. വൈഭവം എന്നാൽ ശക്തിവിശേഷം. ശക്തിവിശേഷം, സ്വന്തം ശക്തിവിശേഷത്തെ, ദേവിയുടെ ആ ശക്തിയെ, ആ വൈശിഷ്ട്യത്തെ, പ്രാധാന്യത്തെ സ്തൂയമാനമായ, സ്തുതിക്കപ്പെട്ട, എങ്ങനെയാണ്? സമ്യക്കായി. എന്ന് പറയുമ്പോൾ വേണ്ട വിധത്തിൽ, സമ്യക്കായി, വേണ്ട പോലെ സ്തുതിക്കപ്പെട്ട ഒരു ഭാവമാണ് പറയുന്നത്. എല്ലാവരാലും ദേവി സ്തുതിക്കപ്പെടുകയാണ്. ഇവിടെ ദേവന്മാർ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്, അഗ്നി, വായു, വരുണൻ, ഇന്ദ്രൻ തുടങ്ങിയവർ. ഋഷികൾ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ തുടങ്ങിയവർ. ദേവഋഷികൾ എന്ന് പറയുമ്പോൾ സനകാദികൾ, നാരദർ എന്നിവർ. സനകാദികൾ എന്ന് പറഞ്ഞാൽ സനകൻ, സനൽകുമാരൻ, സനന്ദൻ, സനാതനൻ തുടങ്ങിയവർ. ഗണങ്ങൾ എന്നുദ്ദേശിക്കുമ്പോൾ ആദിത്യന്മാർ, വൈശ്വാനരന്മാർ, വസുക്കൾ, സാധ്യർ, മരുത്തുക്കൾ തുടങ്ങിയവർ. അപ്പോൾ ഇവരെല്ലാവരും ശ്രീ മഹാദേവിയെ സ്തുതിക്കുകയാണ്. സംസ്തൂയമാന, അത്രയ്ക്ക് ഭംഗിയായി വേണ്ട രീതിയിൽ ദേവിയെ ഇവരെല്ലാവരും പൂജിക്കുന്നു, സ്തുതിക്കുന്നു. അത്രയ്ക്ക് വൈശിഷ്ട്യത്തിന്, വിശേഷണത്തിന്, ശക്തിക്ക്, ആത്മവൈഭവത്തിന് ഇരിപ്പിടമായവളാണ് ശ്രീ മഹാദേവി. ഇനി സമ്യക്കായി ഘാതം ചെയ്യുന്നവൾ എന്നുകൂടി അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് ദേവന്മാരും ഋഷീശ്വരന്മാരും ഗന്ധർവന്മാർ, കിംപുരുഷന്മാർ, കിന്നരന്മാർ എല്ലാവരും, എല്ലാ ഗണങ്ങളും എന്തുകൊണ്ടാണ് ദേവിയെ ഇങ്ങനെ പൂജിക്കുന്നത്, സ്തുതിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊരുത്തരമാണ് സമ്യക്കായി, വേണ്ട പോലെ ഘാതം ചെയ്യുന്നവളാണ് ദേവി. ഘാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ വധം ചെയ്യുക. വധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക, നശിപ്പിക്കുക. അത് തിന്മയെ നശിപ്പിക്കുകയാണ്, വ്യക്തികളെ അല്ല. പറയുന്നു, കാലാന്തരത്തിൽ ദേവന്മാർക്കും ഋഷികൾക്കും പതനം സംഭവിക്കും. ആ സന്ദർഭത്തിൽ അവരെയും സംഘാതം ചെയ്ത്, ഇല്ലായ്മ ചെയ്ത് പുനരുദ്ധരിക്കുന്ന ഒരു ശക്തിവിശേഷം അമ്മയ്ക്കുണ്ട്. പിന്നെ സംഘാതം എന്ന് ഒരു നരകത്തിൻ്റെ പേരുകൂടിയാണ്. ആ സംഘാത നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പോരുന്ന ശക്തിവിശേഷമാണ് അമ്മയ്ക്കുള്ളത്. അങ്ങനെ അമ്മയാൽ രക്ഷിക്കപ്പെട്ട്, മോചിക്കപ്പെട്ട് നിൽക്കുന്ന അവരെല്ലാവരും
അമ്മയെ സ്തുതിക്കുകയാണ്. അങ്ങനെയാണ് ഒരു താല്പര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവരും അമ്മയെ സ്തുതിക്കുന്നു. എന്താണ്? ഒരു ഉദാഹരണം പറയുന്നു. ഭണ്ഡാസുരനെ ദേവി വധിക്കുകയാണ്. ദേവന്മാരെല്ലാവരും സമാശ്രയിച്ചത് ദേവീപാദത്തെയാണ്. ഭണ്ഡാസുരനെ വധിച്ചതുകൊണ്ട് എല്ലാവരും സന്തുഷ്ടരായി ദേവിയെ വാഴ്ത്തുന്നു. സർവശക്തി സ്വരൂപിണിയായ ശ്രീ പരബ്രഹ്മം തന്നെയാണ് ദേവി. അന്യാദൃശ്യമായ ശക്തിവിശേഷമാണ് ദേവിക്കുള്ളത്. അനന്തമായ ശക്തി സംയുക്തമായ രൂപമുള്ളവളാണ് ശ്രീ മഹാദേവി. ഭണ്ഡാസുരവധത്തിനായി ദേവന്മാർ ശ്രീ മഹാദേവിയെയാണ് ആശ്രയിച്ചത്. അത്രയ്ക്ക് ആത്മവൈഭവം ദേവിക്കാണ്. ദേവർഷീഗണങ്ങൾക്ക് പോലും അപ്രാപ്യമായ ശക്തി ഐശ്വര്യങ്ങളാണ് ദേവിക്കുള്ളത്. ശക്തി സംയുക്തമായ രൂപമാണ് ദേവിയുടേത്. എല്ലാവരും സർവശക്തി സ്വരൂപിണിയായ ശ്രീ പരബ്രഹ്മമൂർത്തിയായ ദേവിയെ വണങ്ങുന്നു. അങ്ങനെ വിരാജിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ദേവർഷീഗണ സംഘാത സ്തൂയമാനാത്മ വൈഭവായേ നമ. അടുത്ത നാമം ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരൻ്റെ വധത്തിന് ഉദ്യുക്തകളായ ശക്തി സ്വരൂപിണികളായ ദേവിമാരുടെ സേനയോടുകൂടിയവൾ ശ്രീ മഹാദേവി. ഭണ്ഡാസുരനെ വധിക്കാൻ ദേവിക്ക് സേനയുണ്ട്, സൈന്യമുണ്ട്. അതാരാണ്? ശക്തിസേനയാണ്. ആ ശക്തിസേനയോടുകൂടിയവൾ. അവർ ഉദ്യുക്തരാണ്, ഉത്സുകരാണ്, തൽപരരാണ്, മുതിർന്ന് ഒരുമ്പെട്ട് നിൽക്കുകയാണ്. ലക്ഷ്യം ഭണ്ഡാസുരനെ വധിക്കുക. ഇവിടെ ചിന്തിക്കേണ്ട ഒരു സന്ദർഭം ശ്രീ പരമേശ്വരൻ്റെ തപോഭംഗം, കാമദഹനം. ചിത്രകാമൻ ചാരത്തിൽ നിന്ന് മനുഷ്യരൂപമുണ്ടാക്കുന്നു. ആ മനുഷ്യരൂപം അസുരബാലനായി വളരുന്നു. ശതരുദ്രീയം മന്ത്രമുപദേശിച്ചു. ശിവനെ ആരാധിച്ചപ്പോൾ ശിവൻ 60,000 വർഷം രാജഭരണവും എതിരാളിയുടെ പകുതി ശക്തിയും എതിരാളിയുടെ അസ്ത്രശസ്ത്ര പീഡ ഏൽക്കില്ല എന്നുള്ളൊരു വരവും കൂടി നൽകി. ബ്രഹ്മാവ് പേര് കൊടുത്തു ഭണ്ഡൻ. ഓരോ ശരീരത്തിലും അകപ്പെട്ടു പോകുന്ന ദേഹി പരബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ്. പക്ഷേ ജഡമായ ശരീരത്തിൻ്റെ അസ്ഥിരതയാലും അതിലൂടെ വന്നു ചേരുന്ന ആ വാസന ബലത്താലും ശരീരം ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. സുഖദുഃഖരഹിതമായ പരമാത്മ ചൈതന്യത്തെ ജഡവുമായി ബന്ധപ്പെടുത്തി സുഖദുഃഖങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു ബന്ധമുണ്ട്. ദേഹവും തമ്മിലുള്ള ബന്ധം സ്വയം മറന്നിട്ടുള്ളൊരു ബന്ധമാണത്. ആ ബന്ധത്തിന് പേര് ആണവമലം എന്നാണ്. ആണവമലം എന്നാണ് വേദാന്ത വ്യാഖ്യാനം. ആ ആണവമലമാണ് ഭണ്ഡൻ. ആണവമലം നശിച്ചാൽ പരമാത്മാവിൽ ലയിക്കും. ആണവമല രൂപമായ ഭണ്ഡൻ്റെ വധത്തിന് ഉദ്യുക്തരായ സേന, ശക്തി, ആ ശക്തി ദേവികളോടുകൂടി ദേവി വിരാജിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ കർമ്മബന്ധങ്ങളും പുണ്യപാപങ്ങളും സുഖദുഃഖങ്ങളും നശിക്കുകയുള്ളൂ, നമ്മൾ മോചിതരാവുകയുള്ളൂ, ഭണ്ഡാസുരൻ നശിക്കുകയുള്ളൂ. വാസനാബന്ധങ്ങളിൽ നിന്ന് മോചിതരായി തീരണമെങ്കിൽ ദേവിയുടെ കാരുണ്യം, ദേവിയുടെ കൈകൾ അവശ്യം പ്രവർത്തിച്ചേ തീരൂ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഒരു കാര്യം കൂടി സ്മരിക്കണം. ഭണ്ഡാസുരൻ്റെ വധത്തിനായി ദേവന്മാർ കൊട്ടിയ തപസ്സിലാണ്.
കൊടിയ തപസ് ചെയ്തിട്ടും ദേവി പ്രത്യക്ഷമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി അറുത്തെടുത്ത് ഹോമിക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ തീവ്രമായി ഹോമിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ യാഗാഗ്നിയിൽ നിന്നും ത്രിപുര സുന്ദരീ ദേവി ഉയർന്നു വരികയാണ്. അവിടെ സമർപ്പണം, നിസ്വാർത്ഥത, ത്യാഗം. ആരാണോ സ്വയം ത്യജിക്കുന്നത്, ആരാണോ സ്വാർത്ഥ കാമനകളെ നശിപ്പിക്കുന്നത്, ത്യജിക്കുന്നത്, അവർക്കാണ് ദേവി പ്രത്യക്ഷയാകുക, സുലഭ ആകുക. അങ്ങനെ പ്രത്യക്ഷയായ ദേവിയെ എല്ലാവരും സ്തുതിക്കുന്നു, പൂജിക്കുന്നു. എല്ലാവരും ആ ശക്തികളെ ഒരുമിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഭണ്ഡം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. ജീവനെ ഹിംസാരഥന്മാരാക്കുകയാണ്. ജീവനെ ഹിംസാരഥനാക്കുന്നു, സകലവിധ അക്രമങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു. അത് അജ്ഞാനമാണ്. അജ്ഞാനനാശനം ചെയ്യുന്നതാണ് യാഗം, തപസ് എന്നിവ കൊണ്ടുള്ള ഫലം. തപസ്സാകുന്ന അഗ്നിയിൽ ഇന്ദ്രിയങ്ങളെയും വികാര വിചാരങ്ങളെയും സാധകൻ എരിച്ചു കളയുന്നു. തപസ്സാകുന്ന അഗ്നിയിൽ, സാധനയാകുന്ന അഗ്നിയിൽ സ്വന്തം ഇഷ്ടങ്ങളെ, ഇന്ദ്രിയങ്ങളെ, വികാര വിചാരങ്ങളെ എരിച്ചു കളയുന്നു. അങ്ങനെ ഹൃദയാഗ്നികുണ്ഡത്തിൽ നിന്നും ത്രിപുര സുന്ദരീ ദേവി ഉദ്ഭൂതയാകുകയാണ്. ചിദഗ്നികുണ്ഡ സംഭൂത. വാസനാബന്ധങ്ങളെയും കർമ്മബന്ധങ്ങളെയും വിച്ഛേദിച്ച്, അല്ലെങ്കിൽ അതിനെയെല്ലാം ചമ്പലാക്കി ചുട്ടെരിച്ച് ദേവി ജീവന് മുക്തി നൽകുകയാണ്. അങ്ങനെ സർവാഭീഷ്ടപ്രദായിനിയാണ്, മോക്ഷപ്രദായിനിയാണ്, ഭുക്തിയും മുക്തിയും നൽകുന്ന ശ്രീ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് നമസ്കാരം. ഓം ശ്രീ മഹാദേവ്യൈ നമ. അടുത്ത നാമം സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. സമ്പൽക്കരി എന്ന ദേവിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവൾ. ആ ദേവിയുടെ പേര്, അമ്മയുടെ ശക്തി സേനയുണ്ടല്ലോ, ആ ശക്തി സേനയിൽ സമ്പൽക്കരി എന്ന ദേവി, സമ്പൽക്കരി എന്ന ദേവിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ആനപ്പട. ദേവിക്ക് ആനപ്പടയാണ് ഇഷ്ടം. അങ്ങനെ ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവളാണ് ശ്രീ മഹാദേവി. ലളിതാപരമേശ്വരിയുടെ ക്രോധാകാരമായ അങ്കുശം എന്ന ആയുധത്തിൽ നിന്ന് ആവിർഭവിച്ച ശക്തി ദേവിയാണ് സമ്പൽക്കരി. അങ്കുശം എന്ന ആയുധത്തിൽ നിന്നും ഉണർന്ന ദേവിയാണ്, ആവിർഭവിച്ച ഉദ്ഭൂതമായിട്ടുള്ള ദേവിയാണ് സമ്പൽക്കരി ദേവി. അങ്കുശം എന്ന് പറയുമ്പോൾ രണ്ട് ഭാവങ്ങൾ, ജ്ഞാനമുണ്ട്, ക്രോധമുണ്ട്. സമ്പൽക്കരി എന്ന് ഒരു മന്ത്രത്തിനും പേരുണ്ട്. ഇവിടെ സമ്പൽക്കരി എന്ന പദത്തിന് ധനമുണ്ടാക്കുന്നവൾ എന്ന് അർത്ഥമുണ്ട്, ധനത്തെ സമാരൂഢമാക്കുന്നവൾ എന്നർത്ഥമുണ്ട്, ധനത്തെ വർദ്ധിപ്പിക്കുന്നവൾ, ആഹ്ലാദിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥം സമ്പൽക്കരി ദേവി. സിന്ധുരവ്രജം, ആനക്കൂട്ടം എന്നാണ്. സിന്ധുരവ്രജം, ആനക്കൂട്ടം. അപ്പോൾ ആനകളുടെ ഒരു നേതാവുണ്ട്, രണകോലാഹലൻ. ആനകളുടെ നേതാവിൻ്റെ പേരാണ് രണകോലാഹലൻ. ആ ആനയുടെ പുറത്ത് ഇരുന്നിട്ടാണ് ദേവി യുദ്ധം ചെയ്തിരുന്നത്. പർവ്വത തുല്യനും യുദ്ധത്തിൽ രസമുള്ളവനും ഘോരമായി ശബ്ദിക്കുന്നവനുമാണ് രണകോലാഹലൻ. മദം പൊട്ടി വന്ന് ഉന്മത്തനായി നിൽക്കുന്ന ആ ആനയെ കണ്ടാൽ മറ്റുള്ള ആനകളെല്ലാം അതിന് പിന്നിൽ വന്ന് അണിനിരക്കും. അത്രയ്ക്ക് കേമനാണ്
രണകോലാഹലൻ. അങ്ങനെയുള്ള ആനപ്പടയെ നയിക്കുന്ന ആ കേമനായ ആനപ്പുറത്തിരുന്നിട്ടാണ് സമ്പൽക്കരി ദേവി യുദ്ധം ചെയ്യുന്നത്. ഗജസേനയുടെ കൺട്രോളറാണ്, മേധാവിയാണ് സമ്പൽക്കരി ദേവി. 10,000 ആനകൾ, അവയെ നിയന്ത്രിക്കുന്നത് ഓരോരോ ശക്തി ദേവതകൾ സമാരൂഢകളായി ആനപ്പടയെ നയിക്കുന്നു. സമ്പൽക്കരി ദേവിയുമായി ചിത്തവൃത്തി ബന്ധമുണ്ടാവാൻ നമ്മൾ എന്തു ചെയ്യണം? സമ്പത്ത് തരും, ദുഷ്ടനിഗ്രഹം ചെയ്യും. ഇതെല്ലാം സമ്പൽക്കരി ദേവിയുടെ വിശേഷണമാണ്. ആ ദേവിയുടെ അനുഗ്രഹത്തിനായി എന്തു ചെയ്യണം? ഇന്ദ്രിയ നിഗ്രഹം നടത്തണം. അത് ജ്ഞാനം കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം നടത്തി വിരാഗിയായി തീരണം, മുക്തനാവണം. അപ്പോൾ തീർച്ചയായും പരമേശ്വരിയുടെ കാരുണ്യത്താൽ സമ്പൽക്കരി ദേവി ഭക്തന് സ്വാധീനയാകുന്നു. ഇന്ദ്രിയ നിഗ്രഹം ജ്ഞാനം കൊണ്ട് നേടണം, പരിശ്രമിക്കണം. ആ പ്രാർത്ഥനാ പരിശ്രമത്തിൽ ദേവി സംപ്രീതയാകുന്നു. മഹാദേവി സംപ്രീതയാകുമ്പോൾ പരമേശ്വരിയുടെ കാരുണ്യം കൊണ്ട് സമ്പൽക്കരി ദേവി ഭക്തന് സ്വാധീനയാകുന്നു. ഐശ്വര്യം, സമൃദ്ധി, സംരക്ഷണം എല്ലാം ദേവി പകർന്നു തരുന്നു. ഭൗതിക സുഖമാണ് ഭക്തന് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സമ്പൽക്കരി ദേവി ആ സൗഖ്യവും സുഖവും നൽകുക തന്നെ ചെയ്യും. അങ്ങനെ ഓം സമ്പൽക്കരി സമാരൂഢ സിന്ധുരവ്രജ സേവിതായൈ നമ. അടുത്ത നാമം അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിർ ആവൃത. അശ്വാരൂഢ എന്ന ദേവി, അശ്വാരൂഢ എന്ന ദേവിയാൽ അധിഷ്ഠിതങ്ങളായ അല്ലെങ്കിൽ സ്വാധീനപ്പെടുത്തിയിട്ടുള്ള കോടി കോടി അശ്വങ്ങളാൽ ആവൃതയായവൾ ശ്രീ മഹാദേവി. ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരുപാട് കുതിരകൾ അശ്വങ്ങളാൽ ആവൃതയാണ്. കുതിരപ്പട നയിക്കുന്നത് അശ്വാരൂഢാദേവിയാണ്. പരമേശ്വരിക്ക് അകമ്പടി സേവിക്കുന്നത് അശ്വാരൂഢാദേവി. ലളിതാദേവിയുടെ പാശമാകുന്ന ആയുധത്തിൽ നിന്ന് ഉദ്ഭവിച്ചവളാണ് അശ്വാരൂഢ എന്ന ദേവി. അപരാജിതയാണ്. അപരാജിത എന്ന കുതിരപ്പുറത്തിരുന്നിട്ട് ദേവി യുദ്ധം ചെയ്യുന്നു. പാശം തീർച്ചയായും ബന്ധിപ്പിക്കുന്ന, എല്ലാവരെയും പരസ്പരം ആകർഷിപ്പിച്ചുകൊണ്ട് പാലനം ചെയ്യുന്ന ആ ആയുധമാണ്. ആ പാശം എന്ന ആയുധത്തിൽ നിന്നും ഉദ്ഭൂതയായിട്ടുള്ള ദേവീഭാവമാണ് അശ്വാരൂഢ. അപരാജിത എന്നു പേരായ കുതിരയുടെ പുറത്ത് കയറി പടയെ നയിച്ചു. ഉത്തുംഗമായ ശരീരത്തോടു കൂടിയതും തേജസ്സുറ്റതുമായ ആ കുതിരപ്പുറത്തിരുന്ന് അവയുടെ ഉച്ചത്തിലുള്ള കുളമ്പടികൾ കേട്ടുകൊണ്ട് ധീരയായി ദേവി യുദ്ധം ചെയ്യുകയാണ്. വിജയത്തിനുള്ള പെരുമ്പറ കൊട്ടുകയാണ് പട മുഴുവനും. ഇരുവശങ്ങളിലുമുള്ള കുഞ്ചിരോമങ്ങൾ കാണുമ്പോൾ അത് കാറ്റിൽ പറക്കുകയാണോ എന്ന് തോന്നും. അശ്വാരൂഢയായ ദേവി പാശം, അങ്കുശം, ചമ്മട്ടി, കടിഞ്ഞാൺ എന്നിവ പിടിച്ചുകൊണ്ട് വിളങ്ങുന്നു. അങ്ങനെയുള്ള മഹാദേവിക്ക്, അശ്വാരൂഢാദേവിക്ക് നമസ്കാരം. ഇനിയും മനസ്സിലാക്കാനുള്ളത് അശ്വങ്ങൾ ഇന്ദ്രിയങ്ങളാണ് എന്നറിയുക. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ആരോഹണം ചെയ്ത് പ്രവർത്തിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ, കുതിരകൾ, ആ കുതിരകളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. ഓരോ മനസ്സു തന്നെ വിവിധ ഇന്ദ്രിയങ്ങളിലൂടെ സുഖ ദുഃഖങ്ങൾ തേടുന്നു, അറിയുന്നു. ഇന്ദ്രിയങ്ങൾ അപരാജിതരാണ്.
പരാജയപ്പെടുത്താൻ ദുഷ്കരമാണ്. രാഗമാകുന്ന പാശത്താൽ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്നത് ഇന്ദ്രിയങ്ങളാണ്, ഈ പാശമാണ്. ആ പാശത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണ് ദേവി, അശ്വാരൂഢാദേവി. അത് മനസ്സാണ്. അശ്വാരൂഢാദേവി മഹാദേവി തന്നെ, മഹാദേവിയുടെ ആത്മാവ് തന്നെ. ഭക്ത മനസ്സുകൾ പരമേശ്വരി ദേവിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ വികാരങ്ങളെ എല്ലാം ഭഗവതിക്ക് സമർപ്പിച്ചാൽ തീർച്ചയായും അശ്വാരൂഢാദേവി തന്നെ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊള്ളും, നേരായ മാർഗത്തിലൂടെ നമ്മളെ നയിക്കും. തീർച്ചയായും നമ്മൾ ചെന്നെത്തുന്നത് ശ്രീ മഹാദേവിയുടെ പാദപത്മങ്ങളിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ മഹാശക്തി സ്വരൂപിണിയായി വിളങ്ങുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃതായൈ നമ. ഓം ശ്രീ മഹാദേവിയൈ നമ.